നമ്മളെ മലബാർ സൈഡിൽ കിട്ടുന്ന പത്തിരി കേട്ടോ. നമ്മളെ തലശ്ശേരി സൈഡിൽ ഇതിന് പത്തൽ എന്നൊക്കെ പറയും. നല്ല ഫ്ലേവറുള്ള നല്ല ഫ്രഷ് മീൻ. അത് നല്ല ഭക്ഷണം കഴിക്കട്ടെ. നല്ല ഭക്ഷണമായിരുന്നു. മീനൊക്കെ മസാലയൊക്കെ അടിപൊളിയായിരുന്നു. ഹലോ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് ചന്ദ്രേട്ടന്റെ ചായക്കടയിലേക്കാണ്. അങ്ങനെ നമ്മൾ ചന്ദ്രേട്ടന്റെ കടയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ കോഴിക്കോട് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ പോവാണ്. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അവിടത്തേക്ക് പോവാം. ഇങ്ങനെ നമ്മൾ ഇതുപോലത്തെ ഇടവഴിയിലൂടെയാണ് അവിടത്തേക്ക് പോകേണ്ടത്. അവിടെ ഒരുപാട് പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താണെന്നും അറിയില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം, നോക്കാം. കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ ആണ് ചന്ദ്രേട്ടന്റെ ചായക്കടയിലേക്ക്. ഇതാണ് ചന്ദ്രേട്ടന്റെ ചായക്കട. ഇതുപോലെ പഴയ രീതിയിലുള്ള ഓലപ്പുരയിലാണ് ചന്ദ്രേട്ടന്റെ ചായക്കട സെറ്റ് ചെയ്തിരിക്കുന്നത്. രക്ഷക്ക് എന്താ വേണ്ടേ? കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ? മീനുണ്ട്. മീനല്ലേ മെയിനായിട്ട്. രാവിലെ തന്നെ മീൻ കഴിക്കാനൊരു സുഖം തന്നെയല്ലേ. മീൻകറിയും പത്തിരിയും പൊറോട്ടയൊക്കെ കഴിക്കാൻ ഭയങ്കര രസമല്ലേ. ഇവിടെ നല്ല അടിച്ച ചായ കിട്ടൂല്ലേ അല്ലേ? ചായ അടിപൊളിയല്ലേ? നീ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ തലയാട്ടം. പത്തിരി ഉണ്ടോ? നമുക്ക് ഇല കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇനി ബാക്കി ഐറ്റംസ് ഒക്കെ പതുക്കെ വരും. കുറച്ച് ക്ഷമ വേണം ഇവിടെ വന്നാൽ, കാരണം ഇത്രയും ആൾക്കാരുണ്ട്. അപ്പം കുറച്ച് ക്ഷമയുണ്ട്. പതുക്കെയാണ് നമുക്ക് സാധനം കിട്ടുള്ളൂ. ആ, ഇതെന്താ സംഭവം? പുഴുക്കല്ലേ? കപ്പ പുഴുക്ക്. ഏവോ കഴിച്ചു വെക്ക്, ചൂടാ. അടുത്ത പത്തിരി വരുന്നുണ്ട്. ആ, പത്തിരി. ഇത് നമ്മളെ മലബാർ സൈഡിൽ കിട്ടുന്ന പത്തിരി കേട്ടോ. നമ്മളെ തലശ്ശേരി സൈഡിൽ ഇതിന് പത്തൽ എന്നൊക്കെ പറയും. അപ്പം ഞാൻ ആദ്യമായിട്ട് പുഴുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കറി വരണം. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടില്ല, നമ്മളെ ചെറുപയറും കപ്പയുള്ള പുഴുക്കാണ്. ഈ കപ്പപ്പുഴുക്കും മീൻകറി ഇങ്ങനെ കഴിച്ചു നോക്കാം. അടിപൊളി. പൊരിച്ച പത്തിരി, അങ്ങനെയുണ്ട് ദക്ഷ. സൂപ്പറാ. നമുക്ക് ഫിഷ് ട്രൈ ചെയ്ത് നോക്കാം.
എടുത്തിട്ട് കുറച്ച് കപ്പയും എടുത്തിട്ട് ഫിഷ് ട്രൈ ചെയ്ത് നോക്കാം. വിവേകാട്ടെ ഈ ഫിഷിന്റെ വരുന്ന എരിയാ പുഴമീനോ നോർമൽ കിട്ടുന്നേ. എത്രാമത്തെ തവണ ഇപ്പം വരുന്നത്? രണ്ടാമത്തെ പ്രാവശ്യം. ഭയങ്കര ചൂടാ. ഞാനിവിടെ എരിവുള്ള ഫുഡും ഒക്കെ കൂടിയിട്ട് പക്ഷെ ഒരു രസമാണ് അല്ലേ? സൂപ്പർ. ഊണ് ഏതാ ഇഷ്ടപ്പെട്ട്? പൊരിച്ച ഒത്തിരി ഭയങ്കര ക്രിസ്പി അല്ലേ? കേട്ടെന്ന് ഒരു ഫിഷും കൂടി ഓർഡർ ചെയ്തു. ഇതെന്താ അയലല്ലേ? 2 ചായ വാങ്ങിച്ച് അടിച്ച ചായ. ഇവിടുത്തെ ഫിഷിന്റെ മസാലയാ അടിപൊളിയാ. നല്ല ഫ്ലേവറുള്ള നല്ല ഫ്രഷ് മീനും. അയ്യോ അൺസഹിക്കബിൾ. ഇതാണ് ചന്ദ്രേട്ടൻ. എത്ര കൊല്ലായി? 24ാമത്തെ കൊല്ലം. അപ്പം ആദ്യം പത്തിരിയും ഇങ്ങനത്തെ സംഭവങ്ങളാണോ ആദ്യം? ഉച്ചക്ക് എന്താ സ്പെഷ്യല്? ഉച്ചക്ക് ചോറ്, മീൻകറി, പിന്നെ എക്സ്ട്രാ പായസം, മീന്. വൈകുന്നേരം? വൈകുന്നേരം എത്ര മണിക്ക്? 4 മണി വരെ പൊട്ടും. 4 മണി ചോറുണ്ടാവും. ചന്ദ്രേട്ടന്റെ വീട് ഇവിടെ അടുത്ത്? വീട് അടുത്ത്. ചന്ദ്രേട്ടൻ എങ്ങനെയാ ഈ ഒരു ഹോട്ടൽ ഇതിലേക്ക് വന്നത്? ഞാൻ ഈ മേഖലയിലാണ്. ആദ്യം ഈ മേഖലയിൽ തന്നെയാണ്. എപ്പം മുതലാണ് ഈ ഒരു ഹോട്ടൽ ഫേമസ് ആവാൻ തുടങ്ങിയത്? അതൊരു 4 കൊല്ലമായിട്ടുള്ളൂ. 4 കൊല്ലമായി. ഇപ്പൊ നമ്മളെവിടെ നോക്കിയാലും യൂട്യൂബിലായിക്കോട്ടെ എവിടെ നോക്കിയാലും ചന്ദ്രേട്ടന്റെ കട. കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റിൽ ചന്ദ്രേട്ടന്റെ കട ഫേമസ് ആയിട്ടുണ്ട്. അത് നല്ല ഭക്ഷണം കഴിക്കട്ടെ. അതെ, നല്ല ഭക്ഷണമായിരുന്നു. മീനൊക്കെ മസാലയൊക്കെ അടിപൊളിയായിരുന്നു. ഇതാണ് കിച്ചൺ. അപ്പൊ നമ്മള് ചന്ദ്രേട്ടന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് കിച്ചണിൽ കയറാൻ. അപ്പൊ നമുക്ക് നോക്കാം ഇവരെ പ്രിപ്പറേഷൻ. അപ്പോ ഹായ് ചേച്ചി. ചേച്ചി ഇവിടെ കുറെ വർഷമായോ? കുറെ വർഷമായി. അപ്പൊ ഇതാണ് ചട്ടിപ്പത്തിരി എന്നല്ലേ ഇതിന് പറയാ? ചട്ടിപ്പത്തിരി. അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടിയിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ചേട്ടൻ ഫിഷ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫിഷ് ഫ്രൈ. ചേട്ടാ ഇതെന്താ സാധനം? ഇത് അയക്കൂറിയാണോ? ഓക്കെ. നല്ല ഫിഷ് ഒരു രക്ഷയില്ല, അടിപൊളിയായി ടേസ്റ്റ് ആയിരുന്നു. ചേട്ടന്റെ പേരെന്താ? ബോബി. ബാബു. സോറി. ചന്ദ്രേട്ടനെ പരിചയപ്പെട്ട്. ഇതാണ് ചന്ദ്രേട്ടന്റെ സ്പെഷ്യൽ ഫിഷ് കറി. വീട് ഇവിടെ തന്നെ ഉണ്ട്. ഓ, എല്ലാരും കുടുംബക്കാര് തന്നെയാണ്. ഓക്കെ. ഈ മസാലയൊക്കെ സീക്രട്ട് റെസിപ്പി ആയിരിക്കും അല്ലേ? മസാല, ഇതിൻ്റെ ഫിഷിൻ്റെ മസാല ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഉച്ചഭക്ഷണത്തിനുള്ള പ്രിപ്പറേഷനാണ്. ഇവിടെ സാമ്പാറാണ്. ഇത് സാമ്പാറല്ലേ? സാമ്പാറാണ്. പിന്നെ ഇങ്ങോട്ട് പോയാൽ ചേട്ടാ ഇതെന്താ? ചിക്കൻ അരിങ്ങാട്. അരിങ്ങാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ പേരാണോ? അല്ല, ഇതെന്താ? ഇതിനെന്താ പ്രത്യേകത എന്താ? പക്ഷെ ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത് ചിക്കൻ അരിങ്ങാട് എന്ന് പറഞ്ഞ. വേറെ ഒന്നുമില്ല. ഇത് ചന്ദ്രേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ അരിങ്ങാടാണ്. നമ്മൾ ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നിട്ട് ട്രൈ ചെയ്യും. അവര് പച്ചക്കറികൾ അരിഞ്ഞിടുന്നുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ ചോറിൻ്റെ പ്രിപ്പറേഷനിലാണ്. എന്താ പറയുക, ബിസിനസ് ഇതേപോലെ വളർന്ന് പന്തലിക്കട്ടെ. താങ്ക് യു. സന്തോഷം. ചേട്ടനാണ് പത്തിരി സ്പെഷ്യലിസ്റ്റ് അല്ലേ? ചേട്ടനോ ചേച്ചിയും? നമ്മളങ്ങനെ
ഫുഡും കഴിച്ച് പിന്നെ ചന്ദ്രേട്ടൻ്റെ വിശേഷങ്ങളും കണ്ട് തിരിച്ചു പോവാണ്. അങ്ങനെ നല്ല അടിപൊളി ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ശരത്തേട്ടന്റെ വീട്ടിലേക്കാണ്. അമ്മമ്മേ എന്തുണ്ട് വിശേഷം? അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് പതുക്കെ ഇറങ്ങി. ചൂട് കാരണം ദാഹിച്ചു വലഞ്ഞ് ഞങ്ങൾ ഒരു കടയിൽ കയറി നല്ല നെല്ലിക്ക സർബത്ത് അങ്ങ് കുടിച്ചു. This is my final destination. ഇതാ ഞാൻ എത്തിയിരിക്കുന്നു എന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക്. ഇതാ കണ്ടില്ലേ എന്റെ സന്തോഷം. ഇവിടെ പുതിയൊരു അതിഥിയും കൂടിയുണ്ട്. അവനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. ഇനി നാട്ടുവിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.